ഒളിമ്പ്യാഡ് എക്സാമുകൾ ജെഇഇ എക്സാമുകൾക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും പുറമെ IITകളിലേക്കും NITകളിലേക്കും യോഗ്യത നേടുവാനുള്ള ഏറ്റവും സുതാര്യമായ ജാലകമാണ് ഒളിമ്പ്യാഡ് എക്സാമുകൾ. ആ എക്സാമുകളിൽ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള IOQM ഈ വർഷം 2026 സെപ്റ്റംബർ 6-ാം തീയതി നടത്തുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ എക്സാമിലേക്കുള്ള രജിസ്ട്രേഷൻ ജൂൺ 30-ാം തീയതി മുതൽ ജൂലൈ 25-ാം തീയതി വരെ നടത്തപ്പെടും. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ എക്സാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യം തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായി ബ്രൗസറിൽ ioqm.mtai.org.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഇതിൽ നമ്മൾ കാണുന്ന IOQMന്റെ ഒഫീഷ്യൽ സൈറ്റ് IOQM 2026-2027 ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് രജിസ്റ്റർ സെന്റർ ഉണ്ടാവും, ആക്ടിവേറ്റിന് സെന്റർ ആക്ടിവേഷൻ ഉണ്ടാവും, സെന്റർ ലോഗിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റുഡന്റ് എൻറോൾമെന്റ് ഉണ്ടാവും. അപ്പം നമ്മൾ സെന്റർ വഴി രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ നമ്മൾ സ്വന്തമായിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 4ാമത്തെ ഓപ്ഷൻ എൻറോൾ ഡയറക്ട്ലി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതോടൊപ്പം തന്നെ ഈ പേജിൽ നമ്മുടെ ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ്, ഫീസ് ഡീറ്റെയിൽസ്, അതുപോലെ എക്സാമിന്റെ ഡേറ്റുകൾ, സെന്റർ രജിസ്ട്രേഷൻ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അനൗൺസ്മെന്റ്സും അപ്ഡേറ്റ്സും എല്ലാം ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. KV, JNV തുടങ്ങിയ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 180 റുപ്പീസാണ് ഇവരുടെ എക്സാം ഫീസായിട്ട് വരിക. മറ്റു സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് 300 രൂപയായിരിക്കും ഫീസ്. എക്സാം ഡേറ്റ് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. നമുക്ക് ജൂൺ 30-ാം തീയതി മുതൽ, ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് എൻറോൾ ഡയറക്ട്ലി എന്ന് പറയുന്ന ഓപ്ഷൻ, ഓൺലൈൻ സ്റ്റുഡന്റ് എൻറോൾമെന്റിൽ എൻറോൾ ഡയറക്ട്ലി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. 2 ഓപ്ഷൻസ് പുതിയ വരുന്ന വെബ് പേജിൽ MTAയുടെ ഒഫീഷ്യൽ വെബ് പേജാണ്, IOQMന്റെ വെബ് പേജാണ്. 2 ഓപ്ഷൻസ് ആണ്. സ്റ്റുഡന്റ് എൻറോൾ ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റുഡന്റ് ലോഗിൻ ഉണ്ടാവും. ഇതിൽ സ്റ്റുഡന്റ് എൻറോൾ എന്ന് പറയുന്ന പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എൻറോൾ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുവാനായിട്ടുള്ള ഒരു പേജാണ് പിന്നീട് വരിക. നമ്മുടെ പേജ് ഡിഫോൾട്ടായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉണ്ടാവുക. പേര് ഫില്ല് ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇതിൽ SMS നമുക്ക് OTP വരാനുള്ളതാണ്. അപ്പോൾ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സിലുമാണ് നമ്മുടെ OTPകൾ വരിക. അപ്പോൾ മൊബൈൽ നമ്പർ, ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നമുക്ക് ഇതിനാവശ്യമായിട്ടുണ്ട്. അത് ഈ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. 2ാമത്തെ കോളത്തിലും സെയിം നമ്പർ തന്നെ കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP, ഈ 2 SMS ആയിട്ട് മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും OTP വരുന്നതാണ്. 2 OTPയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള വിൻഡോ ആണ് പിന്നീട് വരിക. മൊബൈൽ നമ്പറിലേക്ക് വന്നിരിക്കുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഇമെയിൽ IDയിൽ വന്നിരിക്കുന്ന OTPയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് OTP കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വിൻഡോയിൽ വരുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് നമ്പറാണ് തരിക. സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ആയിരിക്കും നമുക്ക് എൻറോൾ ചെയ്യാനായിട്ട്, നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ലോഗിൻ IDയും പാസ്വേഡും. അവിടുന്ന് ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീണ്ടും നമ്മൾ ആദ്യം കണ്ടിരുന്ന ഈ വിൻഡോയിലേക്ക് തന്നെ വരും. ഈ വിൻഡോയിൽ നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. സൈൻ ഇൻ എന്ന് പറയുന്ന 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, നമുക്ക് കിട്ടിയിരിക്കുന്ന എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്വേഡായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഫോർ അപ്ലോഡിംഗ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇനിയും നമ്മുടെ സ്റ്റേജുകളിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, ഫീ പേയ്മെൻറ്റ്, ഇങ്ങനെ 2 സ്റ്റേജുകളാണുള്ളത്. ഇതിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് 3 ഡോക്യുമെൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത് നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ്, ഇത് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ കരുതി വെക്കുക. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് വേണം, നോട്ട് ഓൾഡർ ദാൻ 6 മന്ത്സിൽ കൂടാതെ ഉള്ള ഒരു ഫോട്ടോഗ്രാഫ്, JPG, PNG ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഉണ്ടാവുക. അതിൻ്റെ സൈസ് റീസൈസ് ചെയ്ത് വെക്കുക. 10 KB to 100 KB ആണ് നമ്മുടെ ഫോട്ടോയുടെ സൈസ്. 10 KBയുടെയും 100 KBയുടെയും ഇടയ്ക്കായിരിക്കണം സൈസ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ 2ാമത് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കറണ്ട് സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ID പ്രൂഫാണ്. അത് ഒന്നെങ്കിൽ JPGയോ PNGയോ ഫോർമാറ്റിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ സൈസ് 50 KB to 250 KB, 50 KB മുതൽ 250 KB വരെ സൈസിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ആ ID ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ID കാർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന സ്കൂളിൽ പേ ചെയ്തിരിക്കുന്ന റെസീറ്റ്, ഫീയുടെ റെസീപ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് സ്കൂൾ സ്റ്റാമ്പോട് കൂടി അപ്ലോഡ് ചെയ്യാം. അതുമല്ല എങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ, നേരത്തെ പഠിച്ച സ്കൂൾ മാറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഉള്ള നമ്മുടെ
റിപ്പോർട്ട് കാർഡ് സ്കൂളിൻ്റെ ഒഫീഷ്യൽ സ്റ്റാമ്പോട് കൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ 3 ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്താൽ മതിയാകും. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഡോക്യുമെൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് കൺഫർമേഷൻ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അതൊന്നെങ്കിൽ ആധാർ കാർഡ് ആവാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, പാസ്പോർട്ട് ആവാം. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അതും JPG PNG ഫോർമാറ്റിൽ 50 KB to 250 KB ഈ സൈസിൻ്റെ ഇടയ്ക്കായിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിക്ലറേഷൻ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാനുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ പേജിലേക്ക് പോവാം. നമ്മുടെ ആ പേജിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് ഫോം ആണ് വരിക. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഒന്നുകൂടി ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് ഒന്നും കൂടി വരുന്നതാണ്. ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ്, പേരും ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി ഫില്ല് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുക്കുക, നാഷണാലിറ്റി, നെയിം ഓഫ് ദി ഫാദർ ഓർ മദർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. സ്കൂളിൻ്റെ ഇൻഫർമേഷൻസിൽ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. JNV, KV അല്ലെങ്കിൽ അതർ സ്കൂൾസ് എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ JNVയിലും KVയിലും ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ അതേഴ്സ് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ വലത്ത് സൈഡിൽ ക്ലാസ് സെലക്ട് ചെയ്യാനുണ്ടാവും. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവും. അതിൽ നമ്മുടെ ക്ലാസ് കറൻ്റ്ലി സ്റ്റഡിങ് ആയിട്ടുള്ള ക്ലാസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ബോർഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ CBSE, CICSE, സ്റ്റേറ്റ് ബോർഡ്, അതുപോലെ തന്നെ ഓപ്പൺ സ്കൂളിൻ്റെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. നമ്മൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിൻ്റെ ബോർഡ് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. സെലക്ട് ദി സ്കൂൾ സ്റ്റേറ്റ്, സ്കൂള് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്ന് സെലക്ട് ചെയ്യുക. സ്കൂൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്കൂളിൻ്റെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഏത് ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ള ഓപ്ഷൻസ് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൻ്റെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ നെയിം ഓപ്ഷൻസിൽ നമുക്ക് തരുന്നതാണ്. അതിൽ തരുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെൻട്രൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള സ്കൂളുകളുടെ പേരുകളായിരിക്കും ഇവിടെ തരിക. നമ്മുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട് എങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ സ്കൂൾ ഈ ഓപ്ഷൻസിൽ തന്നിട്ടില്ല എങ്കിൽ ഇതിന് തൊട്ട് താഴെ തന്നെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. ഇഫ് യുവർ സ്കൂൾ നെയിം ഈസ് നോട്ട് ഇൻ ദി അബവ് ലിസ്റ്റ് ദെൻ ടിക്ക് ദി ചെക്ക് ബോക്സ് ആൻഡ് എൻ്റർ യുവർ സ്കൂൾ നെയിം. ഈ ടിക്ക് ബോക്സ് സെലക്ട് ചെയ്താൽ നമുക്ക് മാനുവലായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേരും ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഓപ്ഷനിൽ നമ്മുടെ സ്കൂൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഫിൽഡായിട്ട് തന്നെ വരും. ഓക്കെ, അതിൽ റീജിയൻ ബിലോങ്സ് ടു നമ്മൾ മാനുവലായിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാവുന്നതാണ്. അഡ്രസ്സ്, സ്കൂളിൻ്റെ പിൻകോഡ്, സ്കൂൾ ഡിസ്ട്രിക്റ്റ്, സ്കൂളിൻ്റെ സ്റ്റേറ്റ്, സ്കൂൾ സിറ്റി, അതുപോലെ തന്നെ റീജിയൻ ബിലോങ്സ് ടു. ഇതായിരിക്കും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരിക. റീജിയൻ ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ IOQM എഴുതുന്ന റീജിയൻ എന്ന് പറയുന്നത് കേരള ലക്ഷദ്വീപ് റീജിയൻ ആണ്. അപ്പോൾ കേരള മാത്രമല്ല, കേരള, ലക്ഷദ്വീപ് രണ്ടും ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മീഡിയം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മീഡിയമാണ്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫുൾ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഫുൾ അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സും ഉണ്ടാവും. അതിൽ ഫുൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുക്കുക. പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി, അതുപോലെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. ഇഫ് പെർമനൻറ്റ് അഡ്രസ് ആൻഡ് കറണ്ട് അഡ്രസ് ആർ ദി സെയിം, രണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ ആ ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് ഇപ്പുറത്തും നമ്മുടെ കറണ്ട് അഡ്രസ്സിലും അതേ അഡ്രസ്സുകൾ തന്നെ ഡീറ്റെയിൽസ് തന്നെ ഫില്ല് ചെയ്യപ്പെടും. ഇനി മറ്റ് അഡ്രസ്സാണ്, കറണ്ട് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും മറ്റ് വ്യത്യാസമുള്ളതാണെങ്കിൽ മാനുവലായിട്ട് തന്നെ അത് എൻ്റർ ചെയ്യുക. ഇനി ഓൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ കൊടുക്കുക. ഓൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഒരു ഇമെയിൽ ഐഡിയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി സബ്ജക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റ് IOQM മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ തന്നെ ലാംഗ്വേജ്, നമ്മുടെ ഇതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി എക്സാം ഫീ വരുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഇതനുസരിച്ച് JNV KV ആണെങ്കിൽ ഇവിടെ 180 ആയിരിക്കും കാണിക്കുക. മറ്റ് സ്കൂളുകളിൽ 300 രൂപയാണ്. ഇതിവിടെ സേവ് ആൻ, ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻ കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു റിവ്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരുകൾ, ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൺഫേം ചെയ്ത് ഒന്നുകൂടി നോക്കുക. ഏതെങ്കിലും കാര്യങ്ങളിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാനുള്ള വിൻഡോ ആണ് വരിക. നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള എല്ലാം വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഓപ്ഷൻ എടുത്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ വരുത്താവുന്നതാണ്. ഇതിന് സേവ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള എഡിറ്റിംഗ് ഒന്നും നമുക്ക് വരുത്താൻ, കറക്ഷൻ ഒന്നും വരുത്താനായിട്ട് സാധിക്കുന്നതല്ല. സേവ് ആൻഡ് ഗോ ടു ദ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് പേജിലേക്ക് പോവാം. ഇവിടെ നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു 3 ഡോക്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് സ്കൂളിൻ്റെ ID,
ഒന്ന് ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ID കാർഡ്. അപ്പോൾ ഇതിലേതെങ്കിലും ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. സ്കൂൾ ID ഉണ്ടാവും, ഇല്ല ഫീ റെസീറ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി ഉണ്ടാവാം, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ID ആണെങ്കിൽ ആധാർ, പാസ്പോർട്ട്, ലൈസൻസ് തുടങ്ങിയ ഏതെങ്കിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്താൽ മതിയാകും. അവിടെ തന്നിട്ടുണ്ട് നമ്മുടെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സൈസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യാൻ ചൂസ് ഫയൽ കൊടുക്കുക. ചൂസ് ഫയൽ കൊടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ 2 ടിക്ക് ചെയ്യാനായിട്ടുണ്ടാകും. ടിക്ക് ബോക്സുകൾ ഉണ്ടാവും. ടിക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡിക്ലറേഷനും ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ഗോ ടു എക്സാം സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്ലീസ് കംപ്ലീറ്റ് ദ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സെലക്ടിങ് ദ പ്രിഫേർഡ് എക്സാമിനേഷൻ സെൻറ്റർ. അതർവൈസ് യുവർ സെലക്ടഡ് എക്സാമിനേഷൻ സെൻറ്റർ മേ ബി റിലീസ്ഡ് ആൻഡ് യു മേ ബി റിക്വയർഡ് ടു സെലക്ട് അനദർ എക്സാമിനേഷൻ സെൻറ്റർ. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ സെൻറ്റേഴ്സിലുള്ള സ്ട്രെങ്ത് പൂർത്തിയാകുന്നിടം വരെ മാത്രമേ നമുക്ക് അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം പെട്ടെന്ന് നമ്മൾ പ്രിഫേർഡ് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഉടനെ തന്നെ പേയ്മെൻറ്റ് നടത്തുക എന്നാണ് പറയുക. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നുകൂടി വരും. അത് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം ബായ്ക്ക് എഡിറ്റ് ഫോം ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഇവിടെ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുമായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ UPI പേയ്മെൻറ്റ്, കാർഡ് പേയ്മെൻറ്റ്, നെറ്റ് ബാങ്കിങ്ങിൽ ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കതോട് ടാച്ചോടുകൂടി ഇവിടെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തും QR കോഡ് എടുത്ത് QR കോഡ് സ്കാൻ ചെയ്തും നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇത് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായി നമ്മുടെ മെയിൽ ID-യിലേക്കും നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്കും SMS ആയിട്ട് കൺഫർമേഷൻസ് വരുന്നതാണ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും ഈ എക്സാം രജിസ്റ്റർ ചെയ്യുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക. IOQM എക്സാമിനെ പറ്റിയും മറ്റ് മത്സര പരീക്ഷകളെ പറ്റിയും കൂടുതൽ വിവരങ്ങൾക്കുമായി brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.